ഹലോ. പറയ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. ഞാനേ ഖുർആനായത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ ചോദിച്ച ആയത്തിൽ 5:32 ഖുർആനില്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ കൊന്നാല് ഏതെങ്കിലും നിരപരാധിയായ ഏതെങ്കിലും മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ എല്ലാവരെയും കൊന്നതിന് തുല്യമാവുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ ഒരാളെങ്കിലും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും രക്ഷിച്ചതിന് തുല്യമാകും. അത് അത്രയും പ്രതിഫലമുള്ള കാര്യം എന്നർത്ഥം. 5:32 വായിച്ചു നോക്കി നിങ്ങള്? അതെ, ഞാൻ ഖുർആൻ വായിക്കുന്ന ആളാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ അയക്കുന്നത്. എന്തെങ്കിലും നോക്കിക്കോ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സംശയം ഉണ്ടെങ്കിൽ. ഖുർആൻ ഉണ്ടോ കയ്യില്? ഞാനത് പറയുന്നതിന്റെ കാരണേ ഖുർആൻ ഒന്ന് വായിക്കേ. 5:32 വായിക്കേ. നിങ്ങളൊന്ന് വായിക്കേ. നിങ്ങൾ വായിക്കാറുള്ള ആളല്ലേ? ഓക്കെ വായിക്കാം. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി: മറ്റൊരാളിനെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ ജീവൻ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. രണ്ട് ക്ലോസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ. ഇനി എന്താണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ? അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതില് ഭൂമിയിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. അതെ, ഷിർക്കാണ്. പറഞ്ഞിട്ടില്ലല്ലോ ഖുർആനില്. അല്ല പറയാ, ഷിർക്ക് മാത്രമല്ല, ഷിർക്കിലേക്ക് ആളുകളെ ആകർഷിക്കുകയോ ഇസ്ലാമിനെതിരെ സംസാരിക്കുകയോ കൊല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. എവിടെയാ പറയാമോ? പറഞ്ഞോ. പിന്നെ പറഞ്ഞുതരാം. അതിന്റെ മുമ്പ് നിങ്ങൾ ഈ സാധനം ഒന്ന് പറയും. നമുക്കതൊന്ന് തീരുമാനാക്കണ്ടേ? ഏത്? നമ്മുടെ ഞാനാ പറഞ്ഞ വചനത്തിന് തുല്യമായ ഒരു സാധനം. എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണ്. ആ വെല്ലുവിളിയായിരുന്നു നമ്മുടെ പ്രധാന വിഷയം. അതെ, ആ വെല്ലുവിളി കാണിച്ചു തന്നല്ലോ. അതെവിടെയില്ല, കാണിച്ചു തന്നില്ല. തുല്യത അതാണ് പ്രധാന വിഷയം. അല്ല, ഇതും ചോദിച്ചായിരുന്നു എന്റെ അടുത്ത്. നിങ്ങൾ വെല്ലുവിളി പറയുകയും ഞാൻ അതിനേക്കാളും മികച്ചതുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്ത ഇതാണല്ലോ. ഓക്കെ 17-ാമത്തെ 70-ാമത്തെ ആയത്ത്. എങ്ങനെ? 17-ാമത്തെ സൂറത്തിലെ 70-ാമത്തെ ആയത്ത്. മനസ്സിലായോ? തീർച്ചയായും ആദം സന്തതികളെ, അതായത് മനുഷ്യരെ നാം ആദരിക്കുകയും, അതായത് മുസ്ലിങ്ങളെ ആദരിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും ഉദ്ദേശിച്ചിരിക്കുന്നത് പല ദൈവത്തിന്റെ മറ്റുള്ള സൃഷ്ടിയെക്കാളും മനുഷ്യർക്ക് സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതൊന്ന് വായിച്ചേ. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതായത് മുസ്ലിങ്ങളെ ആദരിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആദം സന്തതികൾ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അങ്ങനെ ഏതൊക്കെ മതങ്ങളുണ്ടോ അതൊക്കെ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം. ഇതല്ലല്ലോ നമ്മൾ പറഞ്ഞപ്പോ. ഇനി ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ ഓർമ്മ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയാൻ അനുവദിക്കല്ലേ. ഞാൻ ഇപ്പൊ അതിന്റെ അടിയിൽ കയറി ഇടപെടുന്നൊന്നുമില്ലല്ലോ. നിങ്ങളല്ലേ പറയുന്നേ? അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഒരു വചനം ഉണ്ടല്ലോ, അതായത് എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശമുള്ളവരാണ് എന്നുള്ള UDHRന്റെ 1ാമത്തെ ആർട്ടിക്കിൾ. അതും ഇതും തമ്മിൽ എങ്ങനെയാണ് തുല്യമാകുന്നതെന്ന് പറഞ്ഞുതരോ? ഇതും തമ്മിൽ തുല്യമാകുന്നതാ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ദൈവത്തിന്റെ മുന്നത്തെ കാര്യമല്ല സുഹൃത്ത്, നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ആരോടാണ് ദൈവം അനീതി കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പറയും. അവരെ കുറിച്ചിട്ട് ഞാൻ കാണിക്കാം. കുറിച്ചിട്ടാണോ പെണ്ണുങ്ങളെ കുറിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിൽ ഞാൻ പറയണത് എന്താ വെച്ചാല്, നമ്മള് എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണെന്ന് പറയുന്നത് നമ്മളിവിടെ ഭൂമിയിലാണ് മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുന്നത്. ആ മനുഷ്യരെ ബാധിക്കുന്ന നിയമങ്ങളാണല്ലോ ഖുർആനിലുള്ളത്. ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ സംഹിതയാണല്ലോ ഖുർആൻ.
ആ ഖുർആനിൽ എല്ലാ മനുഷ്യരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ തുല്യമായ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്ന ഒരു വാദത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? അയ്യോ, അന്തസ് ദൈവം ആദരിച്ചിരിക്കുന്നു അന്തസ്സില്ലാത്തവർ ദൈവം ആദരിക്കോ? നമ്മളിപ്പോ തന്നെ ഒരു മനുഷ്യര് വ്യക്തി, ഒരാൾ അന്തസ്സില്ലാത്തൊരു വ്യക്തികളും മുശ്രിക്കുകളും പിന്നെ എന്തല്ല മനുഷ്യരല്ലേ? ആദമിന്റെ സന്തതികളല്ലേ? അതെ, ആദമിന്റെ സന്തതികളാണ്. അപ്പൊ ഇന്നമൽ മുശ്രിക്കൂന നജസ്സുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അതെന്താ? ആയത്ത് പറയും, പറഞ്ഞുതരാം. അല്ല, ഏത് സൂറത്തില് ഏതായിട്ടാന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഒരു വചനം ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? അങ്ങനെ ഒരു വചനം ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹു നേരത്തെ പറഞ്ഞത് എന്റെ മലയാളം പറയാമോ? ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശിർക്ക് ചെയ്യുന്നവര്, അതായത് ദൈവത്തെ ആരാധിക്കുന്ന മുശ്രിക്കുകൾ അശുദ്ധർ തന്നെയാകുന്നു എന്നാണ്, നജസാണെന്ന്. അതെന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? മദീന പള്ളിയിലുണ്ടല്ലോ, മദീന പള്ളിയിൽ അവരെ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മദീനയിലേക്ക്. മനസ്സിലായ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മദീന പട്ടണം, മക്ക, അതായത് മക്ക മദീന അത് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ശ്രേഷ്ഠമായ സ്ഥലത്ത് പ്രവേശിക്കാൻ ശിർക്ക് ചെയ്യുന്നവർക്ക് അവകാശമില്ല. അല്ല, അങ്ങനെയല്ല. നജസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ? എന്താണ് അവകാശം എന്ന് പറഞ്ഞാൽ? എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും അവകാശവും എന്ന് പറയുന്ന ഖുർആൻ വചനത്തിന് മറുപടിയായിട്ട് നിങ്ങൾ പറഞ്ഞ വചനം പിന്നെ എല്ലാവരെയും നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കുന്നു എന്താ പറഞ്ഞ? ആദമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ആ അള്ള പറയാണ് ആദമിന്റെ സന്തതികളിൽ ശിർക്ക് ചെയ്യുന്നവർ അശുദ്ധരാകുന്നു. ഇനി വേറൊരു വചനം കൂടി ഉണ്ട്, കാഫിറുകളെ കുറിച്ച് വേറെ വചനമുണ്ട്. കാഫിറുകളെ കുറിച്ച് പറയുന്നത് പറയട്ടെ, നമുക്ക് പരിശോധിക്കണ്ടേ? അല്ല, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടാണ് പൊക്കോ. അല്ല, നിങ്ങൾ രണ്ട് ഖുർആൻ വചനം പറഞ്ഞില്ല ഇപ്പൊ ഇവിടെ, അത് നമുക്കൊന്ന് നോക്കണ്ടേ? നോക്കാലോ. അപ്പൊ അതാ ഇനി കാഫിറുകളെ കുറിച്ച് പറഞ്ഞല്ലോ, കാഫിറുകളെ കുറിച്ച് പറഞ്ഞത്, കാഫിറുകൾ എന്ന് പറഞ്ഞാല് അവര് ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണെന്നാണ്. ഏതാണ് ആയത്ത് പറഞ്ഞോ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾക്ക് അറിയോ? അല്ല, ഈ ആയത്ത് പറഞ്ഞാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അള്ളാഹു ബഹുമാനിച്ചു എന്നുള്ള വചനത്തിന് വിപരീതല്ലേ? അല്ല, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലേ നമുക്ക് ആ ആയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അർത്ഥം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിന്റെ ഓരോ അർത്ഥം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മള് ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് ഒരു സാധാരണ വായിക്കുന്ന ഒരു അർത്ഥമല്ല. അതിന് തഫ്സീർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ തഫ്സീർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിലത്ത് നിൽക്കാൻ പറ്റില്ല. ഇല്ല, പറഞ്ഞോ. ഞാൻ തഫ്സീറൊക്കെ വായിക്കുന്ന ആളാണ്. പറഞ്ഞോ, ധൈര്യപൂർവ്വം പറഞ്ഞോ. നിലത്ത് അങ്ങനെ ഒരു വചനം ഉണ്ടോ? അതായത് നമ്മുടെ എന്താ പറയാ ഈ പറഞ്ഞ രീതിയില്, അതായത് കാഫിറുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു വചനം കണ്ടതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വചനമുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോണതിന്റെ മുമ്പ് നമ്മൾ ഇതൊന്ന് തീരുമാനമാക്കേ. അല്ല, ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആയത്തിൽ തെളിവനുസരിച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അതെ, തെളിവനുസരിച്ച് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? ആയത്തെ നമ്പർ എടുത്തരാം. ഞാൻ ഒന്ന് വീട്ടിലോട്ട് കയറിക്കോട്ടെ, എടുത്തരാം. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതെ പഠിച്ചു വെച്ച പരിപാടിയൊന്നുമല്ല. അതിന് കുഴപ്പമൊന്നുമില്ല, എത്ര സമയം വേണമെങ്കിൽ. അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മനുഷ്യരെല്ലാവരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് മനുഷ്യരെ കാഫിറുകൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണെന്ന് പറഞ്ഞതോ? അത് ആയത്ത് കാണിച്ചിട്ടില്ലല്ലോ. സംസാരിക്കും എങ്ങനെ? ആയത്ത് കാണിച്ചതാ അപ്പോഴല്ലേ അതിനെ കുറിച്ച് ടോക്ക് വരുന്നുള്ളൂ. അപ്പൊ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഖുർആനിൽ വചനം ഇല്ലാന്നാണോ? അല്ല, ഞാനേ അങ്ങനത്തെ ഒരു ഖുർആനിൽ ഒരുപാട് വചനങ്ങൾ ഉണ്ടെന്ന് അറിയാലോ. അങ്ങനത്തെ ഒരു വചനം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോ ഞാൻ മറന്നുപോയതായിരിക്കാം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ആയത്ത് കാണിച്ചു തന്നോ, ഞാൻ നോക്കിയിട്ട് പറയാം അതിന്റെ വിശദീകരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ തന്നെ പല ആയത്തുണ്ട്. 3:134 എന്താണ്? 98:6
തൊണ്ണൂറ്റെട്ട് 6 തീർച്ചയായും വേദക്കാരിലും ബഹുദൈവവിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരുന്നു. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികൾ മോശപ്പെട്ടവർ. ജന്തുക്കളല്ല, മോശപ്പെട്ടവരാണ്. സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. അതെ അതെ അതെ. ഈ ബഹുമാനിച്ച ആൾക്കാരെങ്ങനെ പിന്നെ നിന്ദിക്കുക? അപ്പൊ അള്ളാഹു ബഹുമാനിച്ചത് ആരെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? കറമല്ലാഹു ബനി ആദത്തിൽ അള്ളാഹു ബഹുമാനിച്ചത് ബാക്കി ആരാളുള്ളത്? മുശ്രിക്കുകൾ നജസാണ്, കാഫിറുകൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ്. ഇതിന് ബാക്കി ആരാളുള്ളത്? ഈ രണ്ട് വിഭാഗം കഴിഞ്ഞാൽ പിന്നെ മറുപടി പറയാനൊരു അവസരം തായോ? അതായത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാരും ആദരിക്കുന്ന നിലയിൽ തന്നെയാണ്, മനസ്സിലായി. പക്ഷെ ദൈവം ചില കൃത്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്നുള്ളത് ദൈവം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമസ്കാരമുണ്ട്, 5 നേരം നമസ്കരിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കണം, അതായത് ഇതില് അതായത് പാവപ്പെട്ടവർക്ക് പണക്കാരുടെ ഇത്ര വിഹിതം, അതായത് ഇത്ര ശതമാനം കൊടുക്കണം എന്ന്. ഇസ്ലാം അനുസരിച്ച് മുസ്ലിം ആവുക എന്നുള്ളതല്ലേ ഇപ്പൊ എന്റെ ചുരുക്കം? മുസ്ലിം ആവുക എന്നുള്ളതാണ് ചുരുക്കം അല്ലേ? മുസ്ലിം അള്ളാഹു ബഹുമാനിച്ചത് ആരെയാണ്? ഞാനത് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞു തീർത്തെ. അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. എനിക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട്. ഞാനത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. എനിക്ക് 2 മക്കളുണ്ട്, മനസ്സിലായി. 2 മക്കളുണ്ട്. ഒരു മകൻ ഇക്കാക്ക് വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇക്കാനെ സഹായിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ ഒരു മകനാണെങ്കിൽ ഇക്കാനെ അടിക്കും വന്നിട്ട്, മനസ്സിലായ? അല്ലെങ്കിൽ ഇക്ക പറഞ്ഞതൊന്നും അനുസരിക്കില്ല, തോന്നിയ പോലെ നടക്കും, മനസ്സിലായി? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ നടക്കുന്നു. അപ്പോ അതില് ആ മകൻ അതൊരു മോശപ്പെട്ട മകനാണെന്ന് നിങ്ങൾ പറയില്ലേ? കാരണം അവരുടെ പ്രവൃത്തി അങ്ങനത്തെയാണ്, മനസ്സിലായോ? ഇനി നമ്മള് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിക്ലറേഷനിൽ ഒന്നാമത്തെ ഒന്നുകൂടി വായിക്കാം. ആരെ കുറിച്ച് ഞങ്ങളിത് പറയണത്? അള്ളാഹുവിനെ കുറിച്ചാണ്. അതെ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു മനുഷ്യനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ പറയാണ്. അതെ അതെ. അള്ളാഹുവിനെ ഇന്ന ആളുകളെ അനുസരിക്കേണ്ട, ഇന്ന ആളുകളെ അനുസരിക്കണം എന്ന ആരുടെ തീരുമാനമാണ്? അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അല്ലേ? അതെ. അപ്പൊ പിന്നെ അനുസരിക്കാത്ത മനുഷ്യനെ പിന്നെ ജന്തു എന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥം? അതും കൂടി ഞാൻ മനസ്സിലാക്കി തരാം. അതും കൂടി ഞാൻ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോ നിങ്ങള് സ്ഥലം എവിടെയാന്ന് പറഞ്ഞത്? നിങ്ങളിത് പറയൂ സുഹൃത്തെ. എല്ലാ മനുഷ്യരും ഇനി ഞങ്ങൾക്ക് മറ്റേ സാധനം ഒന്നുകൂടി വായിച്ചുതരാം. ഒരു മിനിറ്റ്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷന്റെ 1-ാമത്തെ ആർട്ടിക്കിൾ ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. അല്ല, നിങ്ങളാണ് ഇത്ര നേരം സംസാരിച്ചത്, ഞാൻ കേട്ടോണ്ടിരിക്കും. കേൾക്കുന്നവർ എനിക്കെന്താ മറുപടി ഇല്ലേന്ന് തോന്നും. കാരണം ഇതിൽ എനിക്ക് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരായിട്ടാണ് ജനിക്കുന്നത്. അവര് എല്ലാവരും തുല്യമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ടവരും സഹോദര്യത്തോടെ ഇരിക്കേണ്ടവരും. അതെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും. ആ മനുഷ്യരില് everyone is entitled to all the rights and freedom set forth in this declaration without discrimination of any kind, such as race, color, sex, language, religion, political or other opinion, national or social origin, property, birth or other status. Furthermore, no distinction shall be made on the basis of the political, jurisdictional or international status of the country or territory to which a person belongs, whether it be independent trust, non-self-government, under any other limitation of sovereignty. അതായത് ലോകത്ത് എവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കളറ്, ജാതി, മതം, വിശ്വാസം, ഭാഷ, ദേശം, രാഷ്ട്രം, പൗരത്വം തുടങ്ങി യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ. ഇല്ല, അതല്ലേ പറഞ്ഞത്. നിങ്ങൾ കാണിക്കാൻ പോയിട്ട് ഇപ്പൊ കൊടുത്തോടുന്ന സാധനം ഇതാണ്.
ആദമിന്റെ സന്തതികളെ ബഹുമാനിച്ചു എന്നാണ്. ബഹുമാനിച്ചതിൽ നിന്ന് ഖുർആനിലുള്ള ആയത്താണ് മനസ്സിലായോ? അതായത് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നതുണ്ടല്ലോ, മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവം ഓരോ ഇതിലും, അതായത് ഓരോ വിഭാഗത്തെയും കറുത്തതും വെളുത്തതും ഗോത്രങ്ങളും അങ്ങനെയുള്ളതാക്കി. മനസ്സിലാവണില്ല, കേൾക്കുന്നില്ല നിങ്ങൾ പറയണത്. ഹലോ, നിങ്ങൾ പറയണത് എനിക്ക് കേൾക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് അറിയില്ല, എനിക്ക് കേൾക്കുന്നില്ല. ഹലോ ഹലോ, എന്തു പറ്റി? അറിയില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, നിങ്ങള് ആൻസർ ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല് എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്ന ആധുനിക ഇല്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിപ്പോ ഭയങ്കരമായിട്ടുള്ള വിശദീകരണമായിരുന്നല്ലോ. എന്നാൽ അതല്ല ഖുർആന്റെ രീതി. അതിന് പകരമായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഖുർആൻ വചനമാണ് ആദമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ആ ആദമിന്റെ സന്തതികളിൽ ഒരു മിനിറ്റ് ആദമിന്റെ സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് വിരുദ്ധമായി ആദമിന്റെ സന്തതികളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ മനുഷ്യരാണ് ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യരിൽ ഇസ്ലാം അംഗീകരിക്കാത്ത ആളുകളെ അള്ളാഹു തന്നെ ഖുർആനിൽ നിന്ദിക്കുന്നു എന്ന് ഖുർആനിൽ തെളിവുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയാവുന്നത്, അതായത് കാഫിർ എന്ന് പറഞ്ഞാൽ അശുദ്ധർ, മീൻസ് മോശക്കാരാണ്, ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ മുശ്രിക്കുകൾ നജസാണ് എന്ന് പറയുമ്പോൾ അവർ മിത്രങ്ങളാക്കരുത്, അവർ അന്ധരും ബധിരരും മൂകരുമാണ്, അങ്ങനെ മോശമായ രീതിയിൽ നിരവധി തവണ പദപ്രയോഗം നടത്തുമ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് തഫ്സീറുകളിൽ കൊടുത്തുള്ള വിശദീകരണം ഇസ്ലാമിനെ മതമായി അംഗീകരിക്കാത്തവർ എന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും അള്ളാഹു ബഹുമാനിക്കുകയല്ല നിന്ദിക്കുകയാണ് ഖുർആനിലുടനീളം ചെയ്യുന്നത്. ഇനി നമ്മുടെ വാദം എന്താന്ന് വെച്ചാൽ, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ തുല്യത എന്ന് പറയുന്ന ഒരു സാധനം, എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സ് അവകാശം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കേവലമായ ഒരു മതമല്ലല്ലോ, വിശ്വാസം മാത്രമല്ലല്ലോ, ദൈവത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ മാത്രം പരിഗണിക്കേണ്ട ഒരു സാധനമല്ലല്ലോ. അത് എല്ലാ മനുഷ്യരും ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമമാണല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമം കൂടിയാണല്ലോ. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിനകത്ത് എല്ലാ മനുഷ്യരും തുല്യരായ അന്തസ്സുള്ളവരല്ല. ഇസ്ലാമിന്റെ സാമൂഹ്യ നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങളിലൊക്കെ നമുക്ക് എല്ലാ മനുഷ്യരെയും മതത്തിന്റെ പേരിൽ തന്നെ. എന്തൊരു കഷ്ടം! ഖുർആനില് എല്ലാ കാര്യങ്ങളും, ഖുർആനിൽ ഇതിലും മേലെ ഇനി എന്താ വേണ്ടേ? അപ്പൊ അതിന് നിങ്ങൾ തന്നെ വിശദീകരിച്ചത്. അപ്പൊ അള്ളാഹു ബഹുമാനിച്ചവരിൽ ആദമിന്റെ മക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാണ് ആകെ? മറുപടി പറഞ്ഞുതരാം. 49 മനസ്സിലായി, നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങൾ അന്യന്യം അറിയേണ്ടതിന് നിങ്ങളെ വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, കേക്കട്ടോ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് അല്ലല്ല ഭൂമിയിലായാലും അയ്യോ, ഭൂമിയിൽ അള്ളാഹുല്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ അള്ളാഹനല്ല ആരാധിക്കുന്നത്. അള്ളാഹു ഭൂമിയിലാണല്ലേ മനുഷ്യനെ ബാധിക്കുന്നത്. അള്ളാഹു എന്ന് പറയുന്നത് ഒരു വിശ്വാസം. ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ്. ആയിക്കോട്ടെ, അത് ഖുർആൻ പറയുന്നതാണ്. മുസ്ലിമാണെന്നല്ല പറഞ്ഞത്, ഹിന്ദുവാണെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ധർമ്മനിഷ്ഠ, കൂടുതൽ ദൈവത്തെ. എന്താണ് ധർമ്മം അധർമ്മം? ഏറ്റവും വലിയ ധർമ്മം തൗഹീദല്ലേ? ഏറ്റവും വലിയ ധർമ്മം തൗഹീദാണ്. ഏറ്റവും വലിയ അധർമ്മം ഷിർക്കല്ലേ? ഷിർക്കാണ്. അപ്പൊ എന്താണ് ധർമ്മനിഷ്ഠ പാലിക്കുന്നതെന്ന് പറഞ്ഞാൽ തൗഹീദിലെ ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിം അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം മുസ്ലിം തന്നെ സുഹൃത്തെ. ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് സുഹൃത്തെ. നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിനാ നമ്മളെ സൃഷ്ടിച്ച, അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് സുഹൃത്തെ. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് ഖുർആൻ പറയുന്നത്, വിശ്വസിക്കുന്നവരോടല്ലേ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളയുമ്പോ പക്ഷെ നോക്കൂ നിങ്ങളുടെ വാദഗതി എന്താ? വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും
നിബന്ധനകളില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരായ അന്തസ്സുള്ളവരായിട്ട് ഭൂമിയിൽ പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന സിദ്ധാന്തത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. ഇതല്ലേ പറഞ്ഞത്. വിശ്വാസം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ളതും ഒരാളുടെ മാത്രം ചോയ്സുമാണ്. ആ ചോയ്സിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ പ്രത്യേകം കാറ്റഗറായി തിരിക്കുകയും പ്രത്യേകം പേരെടുത്ത് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് ആൾക്കാരെ വേർതിരിക്കുന്നില്ലേ? വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരല്ല. ഒരു മിനിറ്റ്. എല്ലാവർക്കും ഇവിടെ ഗവൺമെന്റ് സർക്കാർ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ടോ? എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടോ? മനസ്സിലായി? അതിലൊരു മെറിറ്റ് ഉണ്ട്. മനസ്സിലായി? അതിനൊരു മെറിറ്റ് ഉണ്ട്. അവർ കഴിവ്, അവർ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ സമ്പാദിച്ച ശേഷമാണ് ആ ജോലി നേടുന്നത്. അതേപോലെ തന്നെ ഭൂമിയിൽ എല്ലാവരും മനുഷ്യർ നടത്തുന്നതുമായി ഒരു മിനിറ്റ് മനുഷ്യർക്ക് വിശ്വാസം അതനുസരിച്ചിട്ട് അല്ല, അങ്ങനെയല്ല. ഖുർആൻ പറയുന്നതും അത് തന്നെയല്ലേ? ഖുർആൻ പറയുന്നത് മെറിറ്റ് ഉള്ളവർക്കാണ്, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക്, ദൈവത്തിന് അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ആയിക്കോട്ടെ. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളല്ലാത്തവർക്ക് വിശ്വസിക്കാനോ പഠിക്കാനുള്ള സമയം ദൈവം തന്നിട്ടുണ്ട്. അത് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സമയം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മരണം എല്ലാ മനുഷ്യരുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ആലോചിക്കാതെ പഠിക്കാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിങ്ങനെ ആവേശം കൊള്ളല്ലേ. ഞാൻ അയാള് വ്യക്തമായിട്ട് പരീക്ഷ എഴുതി, ഒരാള് പരീക്ഷാ ഹാളിൽ കയറി. ഇതൊക്കെ ഏത് LKG വാദമാണ് സുഹൃത്തെ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വന്നത് ഇതിനേക്കാളും മികച്ചതൊന്നും കൊണ്ടുവരൂന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ വെല്ലുവിളിയായിട്ട് പൊക്കി പിടിച്ചാണ് വന്നത്. നമ്മൾ ഇത് എന്തുകൊണ്ട് ഖുർആൻ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഖുർആനെ വിമർശിക്കേണ്ടുന്ന സാഹചര്യം വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം പഠിച്ചിട്ടല്ല വിമർശിക്കുന്നത്, അതുകൊണ്ടാണ് അത് വിമർശിക്കുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചതിന്റെ ആകത്തുക എന്താണ്? അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ നല്ല മുസ്ലിമാണ്, അല്ലെ? നല്ല മുസ്ലിമാണ്. ഇവൻ മുസ്ലിം പോലും അല്ല, നല്ല മുസ്ലിം. അതായത് അതെ, മുസ്ലിം പോലും അല്ല, മുസ്ലിങ്ങളിൽ തന്നെ നല്ല മുസ്ലിം. ഓക്കെ, ഒരു മിനിറ്റ്. ആരൊക്കെ മുസ്ലിം ആകണം, ആരൊക്കെ അമുസ്ലിം ആകണം, ആരൊക്കെ മുശ്രിക്കാവണം, ആരൊക്കെ കാഫിർ ആകണം, ആരൊക്കെ മുർത്തദ് ആകണം എന്നത് ആരുടെ തീരുമാനമാണ്? എന്താണ് മുസ്ലിം? അല്ല, ആരുടെ തീരുമാനമാണ് ഇതൊക്കെ? അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതെ അല്ലേ? അതെ. ആ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആയിപ്പോയ മനുഷ്യരെ അള്ളാഹു അവന്റെ ഖുർആനിൽ തന്നെ ആക്ഷേപിക്കും. നിങ്ങളെ അത് മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട്. എന്താ തെറ്റ്? ദൈവത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ദൈവം എല്ലാം തീരുമാനിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അങ്ങനെയല്ല. അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. അങ്ങനെയല്ല പറയുന്നത്. ഇസ്ലാം പറയുന്നത് നമ്മൾ ഇതിപ്പോ ഞാനുണ്ടല്ലോ നിസ്കരിക്കുന്നു, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. എങ്ങനെ? ദൈവത്തിന്റെ ഇപ്പൊ ഞാൻ പള്ളിയിൽ നിസ്കരിച്ചു, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഇപ്പൊ വിയാക്കത്ത് നിസ്കരിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം, നിസ്കരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. അപ്പോ നമസ്കരിക്കാത്തത് അതും ദൈവത്തിന്റെ തീരുമാനമാണ്. അങ്ങനെയാണ്. അതേസമയം ലിയാക്കത്തിന് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, പഠിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്, ഒരു ആയുസ് മുഴുവൻ തന്നിട്ടുണ്ട്. ഖുർആൻ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആരാണ് തീരുമാനിക്കുന്നത്? വന്നിട്ടില്ലേ? തീരുമാനിക്കുന്നത് എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് ഇപ്പോൾ കളക്ടർ ഉദ്യോഗം എങ്ങനെയാണ്? എല്ലാത്തിനും ഉത്തരം. അയാള് പഠിച്ച് നിങ്ങൾ വെറുതെ ആവേശം കൊള്ളല്ലേ. നമ്മൾ ഇത്ര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോ എനിക്കത് പറ്റാത്തോണ്ടല്ല. നമ്മൾ അതിന്റെ ആവശ്യമില്ല. എന്റെ സംസാര രീതി എങ്ങനെ? അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നോക്കൂ, നമ്മൾ ഈ ഗ്രന്ഥത്തെ വിലയിരുത്തുന്നത് നോക്കൂ. ഈ ഗ്രന്ഥത്തെ ചെറിയ പ്രായം തൊട്ട് ഇതിന്റെ ദൈവികതയിൽ ഊന്നി പഠിക്കാത്ത മനുഷ്യർ ഈ ഗ്രന്ഥത്തെ വിലയിരുത്തുന്നത് മനുഷ്യരുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ്. ഇപ്പം ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ ആ മനുഷ്യർക്ക് ഭൗതിക ജീവിതത്തിൽ വഴികാട്ടിയാവാനാണല്ലോ ഖുർആൻ ഇറക്കിയത്. അതെ. അപ്പം ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ നിയമങ്ങളിൽ, സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങളിൽ ഈ മതം, ഈ ഗ്രന്ഥം, ദൈവത്തിന്റെ വചനങ്ങൾ എന്താണുള്ളത്? അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിക്കുക, എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങളുള്ളവരാണ് എന്ന ഒരു ആഗോള മാനവികത,
ആ മാനവികതയെ സംബന്ധിക്കുന്ന ഒരു അധ്യാപനം അതിനകത്തില്ല എന്ന് മാത്രമല്ല, അള്ളാഹു എന്ന് പറയുന്ന ഖുർആനിലെ ദൈവം മനുഷ്യരെ ഏറ്റവും അടിസ്ഥാനപരമായി വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും പറയട്ടെ, നിങ്ങൾ തെറ്റാരുടെ എന്നുള്ളതല്ലോ നമ്മളെ പോയിന്റ് ഇത്രേ ഉള്ളൂ. വിശ്വാസിയും അവിശ്വാസിയും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും നോക്കൂ. നിങ്ങളെ നാട്ടിലൊരു സ്കൂളുണ്ട്. ആ സ്കൂള് ഇവിടുത്തെ ഒരു ഹിന്ദുത്വ രാജാവ് പണിതതാണ്. ഒരു ഹിന്ദു രാജാവ് പണി കഴിപ്പിച്ച ഒരു സ്കൂളാണ്. ആ ഹിന്ദു രാജാവ് പണി കഴിപ്പിച്ച സ്കൂളില് നാനാജാതി മതസ്ഥരും പഠിക്കുന്നുണ്ട്. ആ സ്കൂളില് ആ രാജാവിന്റെ ഹിന്ദു മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പ്രിവിലേജും അതല്ലാത്ത ആളുകളെ ചീത്തവിളിയും ഒക്കെ ആയിട്ടാണ് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് അവർ കാണുന്നതെങ്കിൽ, അത് ആ സ്കൂളിലുള്ള എല്ലാ മനുഷ്യരുടെയും തുല്യരാണ് എന്നുള്ള അവകാശവാദം ശരിയാവോ? ഇല്ല, ശരിയാവില്ല. അതേ സാധനം തന്നെയല്ലേ അള്ളാഹുവിന്റെ കേസിലും? ഇല്ല, അങ്ങനെയല്ല. കാരണം അള്ളാഹു നിങ്ങൾക്ക് എല്ലാ അവസരവും തന്നിട്ടുണ്ടല്ലോ പഠിക്കാൻ. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഈ രാജാവും കൊടുത്തിട്ടുണ്ട്. ഈ രാജാവ് അവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു മിനിറ്റ് ഈ ഹിന്ദു രാജാവ് അവിടെയുള്ള കുട്ടികൾക്ക് വേദം പഠിക്കാനുള്ള അവസരം കൊടുത്തു, അത് സ്വീകരിക്കാനുള്ള അവസരം കൊടുത്തു, ഒക്കെ കൊടുത്തു. പക്ഷെ അവിടെ കുറച്ച് ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, കുറച്ച് മുസ്ലിം കുട്ടികളുണ്ട്, കുറച്ച് വേറെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാ അവസരം കൊടുത്തിട്ടും അവരെ സ്വീകരിക്കാത്തതിൽ ഈ രാജാവ് ഈ കുട്ടികളെ ചീത്ത വിളിക്കാണ്. എന്നിട്ട് ഈ രാജാവ് തന്നെ പറയാണ്, എന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും തുല്യമായ അവകാശവും അന്തസ്സുള്ളവരാണ്. അതെ, അതുകൊണ്ട് കൊടുത്തവർക്ക്. അല്ല, അങ്ങനെ അത് പറഞ്ഞ് രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോവാന്ന് ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഇക്കാക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടേ ഒന്നുകൂടി ഞാൻ പറയാം. മനസ്സിലായോ? അതായത് ഇപ്പൊ ടീച്ചർമാരുണ്ടല്ലോ, ടീച്ചർമാര് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? എല്ലാവർക്കും ഒരുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ചിലവര് പഠിക്കും, ചിലവര് പഠിക്കില്ല. മനസ്സിലായോ? പക്ഷെ പഠിക്കുന്നവർക്ക് അവര് ഹൈ മാർക്കോട് കൂടി പാസ്സാവും, അവർക്ക് നല്ല ഭാവി കിട്ടും. മനസ്സിലായോ? പഠിക്കുന്നവർക്ക്, അതാണ് അവിടുത്തെ പോയിന്റ്. പഠിക്കുന്നവർക്ക്, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്. മനസ്സിലായോ? ഞാൻ ചോദിച്ച ഉദാഹരണത്തിൽ എന്തെങ്കിലും തൊടാത്ത അതിലേക്ക് ഞാൻ തൊടാം. ഒരു ഉദാഹരണം കൂടി ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നത്. സ്കൂളിന്റെ ഈ രാജാവിന്റെ സ്കൂളിലേക്ക് രാജാവിന്റെ സ്കൂളിലുണ്ടല്ലോ, പുള്ളി പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടുത്തെ പിള്ളേർക്ക് കൊടുത്തു. മനസ്സിലായോ? കുറച്ച് കുട്ടികൾ പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചു. പഠിക്കല്ല, ആ രാജാവിന്റെ മതത്തിൽ ചേരണം. ആ രാജാവിന്റെ മതം പഠിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ മുസ്ലിം കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്കും കൊടുത്തിട്ടുണ്ട്. ഓല അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഓല വിശ്വാസത്തിൽ തന്നെ പോവാണ്. ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാജാവ് പറയണത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ മുസ്ലിങ്ങളല്ലാത്ത, അതായത് ഹിന്ദു കുട്ടികളൊക്കെ മുസ്ലിം കുട്ടികളൊക്കെ നജസ്സും അശുദ്ധരും, ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ജന്തുക്കളിൽ ഏറ്റവും മോശപ്പെട്ടവരും ആണ് എന്ന് പറയാണ്. എന്നിട്ട് വേറെ സ്ഥലത്ത് പറയാണ്, എന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോവാ? അതായത് ഇത് രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോവാ? ഏതും തമ്മിലാണെന്ന് പറയും. പൊരുത്തപ്പെട്ടു പോകുന്ന ചോദിച്ചില്ലേ? അതായത് ഒരു ഹിന്ദു രാജാവ് അയാളുടെ അധീനതയിലുള്ള പ്രദേശത്ത് നടത്തുന്ന ഒരു സ്കൂള്, ആ സ്കൂളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഭരിക്കുന്ന ഒരു രാജാവ്, സകല ഒരു ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയുടെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ആ രാജാവിന്റെ മതം, അതായത് ആ രാജാവ് പറഞ്ഞ പോലെ ആരാധിക്കുക, രാജാവ് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുകയും രാജാവിനെ തന്നെ പിൻപറ്റുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത മനുഷ്യരുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ എല്ലാ പ്രജകളെയും ഒരുപോലെ ബഹുമാനിക്കുന്നു. വേറൊരിടത്ത് പറയാണ്, എന്റെ നാട്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ്, എന്റെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളൊക്കെ നജസാണ്, ഓലെ ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കരുത് എന്ന് പറയുന്നു രാജാവ്. ഈ രാജാവിന്റെ ഈ രണ്ട് വചനങ്ങളും പരസ്പരം പൊരുത്തപ്പെടുവോന്ന് ചോദിച്ചു. അതായത് ഒന്നാമത്തെ കേസ് പൊരുത്തപ്പെടില്ല. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ രാജാവിന്റെ കേസ് ഉണ്ടല്ലോ, ഇതേ രാജാവ് തന്നെയാണ് മുമ്പുണ്ടായിരുന്നത്. അയാളുടെ പ്രജകളോട് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അയാളുടെ പ്രജകളോട് ഫിറഔനെന്നോ അള്ളാഹുന്നോ പേരിട്ടോ അത് നമുക്ക് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ രാജാവിന്റെ അവകാശവാദവും അവിടുത്തെ യാഥാർത്ഥ്യം തമ്മിൽ പൊരുത്തപ്പെടും, ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമെന്നാണ് ചോദ്യം. കാരണം രാജാവിന്റെ മതമാണ് സത്യമതം എങ്ങനെ അറിയാം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, രാജാവ്
അല്ല എന്തൊരു അത് കഷ്ടം. പ്രസക്തമല്ല. ഇയാളുടെ അവകാശവാദത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് സുഹൃത്തെ. അത് വേറെ വിഷയമാണ്. അത് വേറെ വിഷയമാണ്. അത് വേറൊരു വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ നിയമവുമായി ബന്ധപ്പെടുത്തി ഒരു രാജ്യത്ത് രാജാവ് പ്രജകൾക്കിടയിൽ അവരുടെ ഈ രാജാവ് പറയുന്നത് പോലെ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലും ആരാധനയിലും പ്രാർത്ഥനയിലും നിർബന്ധമില്ലല്ലോ. അങ്ങനെ നിർബന്ധമില്ല. ഇവിടെ ഇല്ല. ഇവിടെ ജനാധിപത്യമാണ്. അവിടെ മതേതരമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരാധിക്കാം. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ രാജ്യത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ക്രിസ്ത്യൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശവും, മുസ്ലിം പള്ളിയിൽ പോയി മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ നജസുമാണ് എന്ന് പറയുന്ന രാജാവ് വേറൊരു സ്ഥലത്ത് പറയാണ് എന്റെ ദേശത്തുള്ള എല്ലാ പ്രജകളെയും നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന്. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. രാജാവിന്റെ കേസിലാണെങ്കിൽ അത് പൊരുത്തപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവ് ഒരു മനുഷ്യനാണ്. രാജാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടെ അങ്ങനെ പറയുന്ന ആൾക്കാർ രാജാവിനെ ആരാധിക്കണം എന്നല്ല, രാജാവ് വിശ്വസിക്കുന്ന ഒരു മതമുണ്ട്. അല്ല, അത് സത്യമാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. രാജാവേ അങ്ങനെ ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക? ശരി, ആ രാജാവിന്റെ ദൈവത്തിന്റെ പേര് ബ്രഹ്മാവ് എന്നാണ്. ആ രാജാവ് വിശ്വസിക്കുന്നതും ആ രാജ്യത്തെ ജനങ്ങളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നതും ബ്രഹ്മാവിലാണ്, പരബ്രഹ്മം. ഓക്കെ, ആ രാജാവായിക്കോട്ടെ, ഏത് രാജാവായിക്കോട്ടെ, അവിടെ പഠിക്കുന്നല്ല അവിടെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ജനങ്ങൾ ആരായിക്കോട്ടെ, ആ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഉണ്ട്, മനസ്സിലായി? അതുണ്ട്. അതിപ്പോ രാജാവിന് അത് ഇനിയിപ്പോ രാജാവ് പറയുന്നതാണ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, എന്നാ എന്റെ മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ന് പറയുകയാണെങ്കിൽ അല്ല, അങ്ങനെ പറഞ്ഞാൽ പോലും മനസ്സിലായ ഒരു മനുഷ്യനാണ് ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്ക് ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാലോ. അത് സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അയാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെയാണ് ഇസ്ലാം. വിശ്വസിക്കാനും ചോദ്യത്തുമെന്ന് രക്ഷപ്പെട്ടു പോലെ ഇങ്ങനെ നിലപാടെടുക്കുന്ന രാജാവിന്റെ ഈ രണ്ട് പ്രഖ്യാപനങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ ചോദ്യം. കാരണം ഒരു രാജാവും ഒരു ദൈവവും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യും? നിങ്ങളൊരു ടീച്ചറെ കാണുന്ന കുറച്ച് നേരത്തെ ഒരു മിനിറ്റ് പരീക്ഷ നടത്തുന്ന ടീച്ചറിനെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഉപമിച്ചത്. അതിന്റെ മുമ്പ് നിങ്ങൾ ഉപമിച്ചത് അള്ളാഹുവിനെ എന്നോടാണ്, ഒരു രക്ഷിതാവ് പിതാവായ എന്നെ. ഇത് മതത്തിന്റെ കേസാണ്. ഞാൻ ടീച്ചർ എന്റെ ഇതിൽ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല, രാജാവിന്റെ വിശ്വസിക്കണമെന്നല്ല രാജാവ് പറഞ്ഞതേ. ടീച്ചർ പറഞ്ഞത് അല്ലല്ല, നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അതായത് എന്റെ ചോദ്യം വിശ്വാസം, ദൈവം ശരിയോ തെറ്റതൊന്നും അല്ല. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് പറയാണ് ഞാൻ വിശ്വസിക്കുന്ന ബ്രഹ്മാവ് മാത്രമാണ് ഏകദൈവം, ആ ബ്രഹ്മാവിനെ മാത്രം ആരാധിക്കണം. അതേ സമയത്ത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളി കയറ്റാൻ രാജാവ് അനുവാദം കൊടുക്കുന്ന പിന്നെ എല്ലാം ആ രാജാവ് പറയാണ് എന്റെ രാജ്യത്തെ ജനങ്ങളെ എന്റെ രാജ്യത്തെ എല്ലാ പ്രജകളെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. ആ രാജാവിന് 3 പ്രജകളാണ് ഉള്ളതെന്ന് വിചാരിക്കുക, മനസ്സിലായോ? ആ 3 പ്രജകൾക്ക് രാജാവിനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ രാജാവ് പറയണതാണ് എന്നിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്ന് പറയണെങ്കിൽ അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ച്, ശിക്ഷനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ ഒന്നല്ലേ. എന്റെ ചോദ്യം എന്ന് പറയണത് ആ രാജാവ് പറയാണ് എന്റെ 3 പ്രജകളിൽ ഒരാള് ബ്രഹ്മാവിനെ, ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മാവിനെ ആരാധിക്കണു, വേറെ ഒരാള് ക്രിസ്ത്യാനിയാണ്, വേറൊരുത്തൻ മുസ്ലിമാണ്. ഇതിലെ ഈ 3 പ്രജകളിൽ ഈ മുസ്ലിം നജസും ഈ ക്രിസ്ത്യൻ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരനാണ് എന്ന് പറയുകയാണെങ്കിൽ ആ രാജാവിനെ പറയണ എന്റെ ഈ 3 പ്രജകളെയും ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ രണ്ട് അവകാശവാദങ്ങൾ പൊരുത്തപ്പെടുമെന്ന ചോദ്യം. ഞാനത് മുമ്പേ തന്നെ അതിന്റെ മറുപടി പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. അല്ല, പൊരുത്തപ്പെടില്ലേ? പൊരുത്തപ്പെടില്ലല്ലോ. അതല്ല അള്ളാഹ് ചെയ്തത്. നിങ്ങൾ പറയണു ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അള്ളാഹ് ബഹുമാനിച്ചു എന്ന് പറയുന്ന ആദമിന്റെ സന്തതികളിൽ 2 വിഭാഗത്തെ അള്ളാഹ് നിന്ദിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി അള്ളാഹുവിന്റെ ബഹുമാനത്തിന് അർഹത ആർക്കുള്ളത്? മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. അനുബന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞ ഖുർആൻ വചനത്തിൽ
അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യോഗ്യം അല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇതായിട്ടുള്ളത് ശ്രേഷ്ഠതയുള്ളത് ഏറ്റവും ധർമ്മനിഷ്ഠ ആൾക്കാർക്കാണ്. അങ്ങനെ വരുമ്പോ ആ മുത്തഖിയാവുക എന്ന് പറയുന്നതിന്റെ ധർമാധർമ്മങ്ങളുടെ വിവക്ഷയിൽ പോലും മുസ്ലിം ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അള്ളാഹുവിന്റെ അടുത്തും ഭൂമിയിലും ദൈവത്തിന്റെ അടുത്തും മുസ്ലിങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുകയും അല്ലാത്തവർ നിന്ദ്യരായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. നിന്ദ്യരായിട്ട് പരിഗണിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. കാരണം വേറെ അങ്ങനെ പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ? അല്ല, അത് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നതാണല്ലോ. പിന്നെ നിങ്ങൾ എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണ്, തുല്യ അവകാശങ്ങളുള്ളവരാണ് എന്ന മനുഷ്യരുടെ ഭൗതികമായ കാഴ്ചപ്പാടിനെ, മാനവിക മൂല്യത്തെ എങ്ങനെയാണ് ഖുർആൻ സൃഷ്ടിച്ചിരിക്കുന്നത്? ഓരോരുത്തർ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും. അതൊന്നും നമ്മളെ പ്രശ്നമല്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല സുഹൃത്തെ. എല്ലാ മനുഷ്യരെയും അത് മനസ്സിലായി എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനുശേഷം ദൈവം സൃഷ്ടിക്കുന്ന എല്ലാവരും ഒരുപോലെ തന്നെയാണ്, മനസ്സിലായോ? പക്ഷെ അതില് മുസ്ലിങ്ങളിൽ തന്നെ ദൈവത്തിനോട് ഏറ്റവും അടുത്ത ആൾക്കാരുണ്ടാവും. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മള് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവം മനുഷ്യർക്ക് അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥം ഭൗതികമായ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസത്തെയാണ് ഇപ്പൊ പരിശോധിക്കുന്നത്. അത് മാത്രമാണ് ദൈവവിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ പരിശോധിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ആ നിയമത്തിൽ മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുമ്പോ എന്തൊക്കെ മൂല്യങ്ങളാണ് ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ ഭൗതികമായി പരിശോധിക്കുമ്പോൾ ആ മൂല്യം മാനവികമല്ല. കാരണം അത് ഭൗതിക നിയമങ്ങളിലും ഭൗതിക വ്യവഹാരങ്ങളിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്റെ അന്തസ്സ് നിർണ്ണയിക്കുന്നത്. എനിക്ക് മനസ്സിലായി, പറഞ്ഞത് പോയിന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ഞാൻ ഇതാക്കുന്നതാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ വിശ്വസിച്ചോ വിശ്വസിക്കാതിരിക്കോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം ദൈവത്തിന്. മനസ്സിലായോ? പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. ദൈവത്തിനൊരു തീരുമാനമുണ്ട്. ദൈവത്തിന് അതായത് മെറിറ്റുള്ള ആൾക്കാരെ ദൈവം ഇതാക്കും, അതായത് സ്വർഗത്തിൽ പ്രവേശിക്കും ദൈവത്തിനനുസരിച്ച്. ഭൗതികമായ കാര്യമല്ല സുഹൃത്തെ. നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലാവാത്ത? അതായത് അത് വിശ്വാസമുള്ളവനെ സംബന്ധിക്കുന്ന മാത്രം കാര്യമാണ്. വിശ്വാസമുള്ളവനെ സംബന്ധിച്ച് മാത്രം ബാധകമാവുന്നതാണ് വിശ്വസിച്ചതിന് ശേഷമുള്ള ആരാധനയും ദൈവവുമായിട്ടുള്ള സാമീപ്യവും പിന്നീട് മരണാനന്തരമുള്ള സ്വർഗവും നരകവും സിദ്ധാന്തവും ഒക്കെ. വിശ്വസിക്കുന്ന നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. ഈ ലോകത്ത് വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും കരുണ നൽകുന്നതാണ് അല്ലെ? എന്താ? ഈ ലോകത്ത് വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും കാരുണ്യം നൽകും അല്ലെ? അല്ല, വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ഈ ലോകത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. പരമകാരുണികന്റെ അർത്ഥം എന്താ? ഏറ്റവും കാരുണ്യമുള്ള. ഇതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥം ഈ ലോകത്ത് വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ അള്ളാഹു കാരുണ്യം കൊടുക്കുന്നതാണ്. അതെ അതെ അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ എന്തിനാണ് ഈ വിവേചനം? അവിടുന്ന് ശിക്ഷിക്കാനുള്ളത് അവിടെ പിടിച്ചാ പോരെ? ഇവിടെ ഇട്ടിട്ട് ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അവർക്ക് ഭൂമിയിലും കടുത്ത ശിക്ഷയുണ്ട്, ഭൂമിയിൽ നിന്ദ്യരാണ്, അവരെ മോശക്കാരായിട്ടാണ് അള്ളാഹു പറയുന്നത്. അല്ല, ഭൂമിയിലെ കാര്യം തന്നെയാണ്. കഥ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാര് പറഞ്ഞ പരലോകത്താ, നജസാണെന്ന് പറഞ്ഞ പരലോകത്താ. ഞാൻ പറയുന്നതേ, അതായത് പരലോകത്തെ കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് ഭൂമിയിലാണ്. ആ ഭൂമിയിൽ അതായത് മനുഷ്യരെങ്ങനെ ജീവിക്കണം അവിടെ വരട്ടെ. ഖുർആൻ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഭൗതികമായ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആശയമല്ലേ? അതെ. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായ ആളുകളെ സംബന്ധിക്കുന്ന സമഗ്രമായ നിയമല്ലേ? ആ നിയമത്തിൽ അള്ളാഹുവിന്റെ വചനമായി അവതരിപ്പിക്കപ്പെട്ടതിൽ ഈ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് അംഗീകരിക്കുന്നവരും അല്ലാത്തവരും തുല്യരായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? അതായത് ഈ ഭൂമിയിലെ എല്ലാവരും തുല്യരാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോ ആ ഖുർആനും ആ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളും ഇസ്ലാമിക നിയമങ്ങളും അനുസരിച്ച്
ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അത് നരകത്തിൽ പ്രവേശിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവം അള്ളാഹു എന്ന് പറഞ്ഞ ഇതില്ല, അത് ഗ്രന്ഥം അങ്ങനത്തെ ഇതില്ല, പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ആര് ഇപ്പൊ ഇക്ക പറഞ്ഞില്ലേ ഖുർആൻ ദൈവികമായ ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞു മനസ്സിലായി. അത് മനുഷ്യര് ആരെ എഴുതിയതാണെന്നുണ്ടെങ്കിൽ നജസാണെന്ന് പറഞ്ഞത് പരലോകത്താണോ? നജസാണെന്ന് പറഞ്ഞത് നജസാണ് എന്ന് പറയുന്നത് പിന്നെ ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തല്ലേ മക്കേ മദീന ഈ ലോകത്തല്ല. എന്റെ ചോദ്യതല്ല, നിങ്ങൾ ഖുർആൻ ദൈവികമായ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒന്ന് പോയിന്റ് ഒന്ന് മനസ്സിലായോ? ദൈവം അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരകവും ഇതുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ട് ബോധേടാവേണ്ട ആവശ്യം കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും എഴുതിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. അതല്ലേ നമ്മളെ ചിന്ത. അത് ആ ചിന്തയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഈ ഖുർആനിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നമില്ലാന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത്. ഞങ്ങൾ വിശ്വസിച്ചോ, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആനിൽ എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു മാനവിക ദർശനമാണുള്ളത് എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചപ്പോഴല്ലേ നമ്മൾ ചർച്ച ഉണ്ടായത്. അതങ്ങനെയല്ലാന്ന് ഇപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ സമ്മതിക്കുന്നു. ഇല്ലില്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആയത്തുകളൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇനിയും ആയത്തുകളുണ്ട് എനിക്ക് കാണിക്കാനായിട്ട്. നിങ്ങൾ പറഞ്ഞ 2 ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ പരിശോധിച്ചത്. ഞാൻ ഒരൊറ്റ കാര്യം ഒരു മിനിറ്റ് എനിക്ക് തരണം സംസാരിക്കാനായിട്ട്. അതായത് ഖുർആൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യര് മനസ്സിലായി, അവർ കുറച്ച് പേര് അവർ പിഴച്ചു പോയി, പിശാചിനാൽ പിഴച്ചു പോയി. മനസ്സിലായി? പിശാചാണ് അവരെ വഴിപിടിച്ചിരിക്കുന്നത്. അതായത് ബഹുദൈവ വിശ്വാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തെളിച്ചുപോയി. അപ്പോ അവസാനത്തെ പല വിധത്തിലുള്ള പ്രവാചകന്മാർ വന്നു. അവസാനം അങ്ങനെ എല്ലാവരും പഠിപ്പിച്ചത് തൗഹീദാണ്, അതായത് ഏകദൈവ വിശ്വാസമാണ് പഠിപ്പിച്ചത്. അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പ്രവാചകൻ ഇത് ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു വഴികാട്ടിയാവാനും സ്വർഗത്തിലേക്കുള്ള പാത അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. സ്വർഗം എല്ലാവർക്കും സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കുന്നു പറഞ്ഞിട്ട് ഇതാക്കിയിരിക്കുന്നത്. പക്ഷെ കുറച്ചു പേര് അത് അവഗണിക്കും, കുറച്ചു പേര് അത് സ്വീകരിക്കും. മനസ്സിലായോ? അത് അവഗണിക്കുന്നവർക്ക് നരകമുണ്ട്, സ്വീകരിക്കുന്നവർക്ക് സ്വർഗവുമുണ്ട്. അതാണ് പൊതുവേ ഉള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. പക്ഷേ ഖുർആൻ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സ്വർഗത്തിലേക്ക് നയിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അത് കുറച്ചു പേര്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു പേര് നമ്മൾ പറയുന്ന പോയിന്റും നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് എന്താ ബന്ധം? അല്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു മനസ്സിലായി ഖുർആനെ കുറിച്ച് ഐഡിയ വരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഖുർആനെ കുറിച്ച് നല്ല ഐഡിയ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണേ ഞാന്. അല്ല, പക്ഷെ ഐഡിയ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഖുർആനിൽ മാനസികമായിട്ടുള്ള ഒരു ആയത്ത് പോലും ഇല്ലെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഖുർആൻ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു ആയത്ത് പോലും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഖുർആൻ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആയത്താണ്. ഖുർആൻ കേവലമായ ഗോത്രീയമായിട്ടുള്ളതാണ്. നിങ്ങളെ തെറ്റിദ്ധാരണ. അല്ല, ഖുർആൻ കേവലമായ ഇസ്ലാം മുസ്ലിങ്ങളെ മാത്രമാണ് ശരിയായ രീതിയിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നുള്ളൂ എന്നാണ് നിങ്ങൾ കൊണ്ടുവന്ന 2 ഖുർആൻ വചനങ്ങൾ നമ്മൾ തെളിയിക്കുന്നത്. ഖുർആൻ അവതരിച്ചിരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പറയാൻ പറ്റും, പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞു ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്, ഒരു മിനിറ്റ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു എല്ലാ മനുഷ്യരെയും സ്വർഗത്തിൽ എത്തിക്കാനാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ്. അതെ, തെറ്റാണ്. എന്താണ് തെറ്റാണ്? അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നരകത്തിന് കൊടുത്ത വാക്കുണ്ട്. അതെ, എന്താണ്? അത് നരകത്തിലേക്കും ആൾക്കാർ വരും എന്നുള്ളതാണ്. നിന്റെ വയറ് നിറക്കുന്നതാണ്. അതെ അതെ. ഇനി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നരകം സൃഷ്ടിച്ച അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പിന്നെ അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഇസ്ലാമെന്ന് തെറ്റിക്കും. അതെ അല്ലെ? ഇത് തെറ്റിക്കും. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരാണ് സന്മാർഗത്തിലും ദുർമാർഗത്തിലും. അള്ളാഹു ഡിഫൈൻ ചെയ്ത സന്മാർഗം ദുർമാർഗത്തിലെത്തുന്നത് അള്ളാഹു തീരുമാനിക്കുന്നവരാണ്. ഇനി അങ്ങനെ മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടിയുള്ള ഇബ്ലീസിനെ സൃഷ്ടിച്ചു വിട്ടതാരാണ്? അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം സ്വർഗം നരകം നിറക്കലായിരുന്നോ അതോ എല്ലാരും സ്വർഗത്തിൽ എത്തിക്കലായിരുന്നോ? ഞാനൊരു കാര്യം പറഞ്ഞില്ല, അത് പരീക്ഷണത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ ചോദിക്കുന്നത് പരീക്ഷണത്തിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്.
അല്ല ഞാനൊരു കാര്യം പറ്റും. ഇപ്പൊ നമ്മളൊരു പെണ്ണിനെ പരീക്ഷണം എന്തിനാ നടത്തുന്നത്? ഇപ്പൊ അള്ളാഹുവിന് എന്തിനാ പരീക്ഷണം നടത്തുന്നത്? നമ്മളിവിടെ ഞാൻ കാര്യം പറഞ്ഞില്ലേ, നമ്മള് അതായത് മെറിറ്റ് ഉള്ള ആൾക്കാർ, അതായത് എന്ത് മെറിറ്റ്? എന്താണ് മെറിറ്റ്? പറയും, എന്താണ് മെറിറ്റ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ അവൻ ദുർമാർഗത്തിലാക്കും. അതിലിപ്പോ നിങ്ങൾ വിശ്വാസിയായി എന്നത്, നിങ്ങൾ വിശ്വാസിയായത് നിങ്ങളുടെ മേന്മ കൊണ്ടാണോ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണോ? പറയും അല്ലേ? അതെ. ഞാൻ ദുർമാർഗി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഗണത്തിൽപ്പെട്ടത് അള്ളാഹുവിന്റെ ഔദാര്യം ഇല്ലാത്തത് അള്ളാഹുവിന്റെ തീരുമാനമാണോ? എന്തോ ആയിക്കോട്ടെ. അല്ല, ഖുർആൻ വചനം ഉദ്ദേശിച്ചാൻ പറഞ്ഞ, ഖുർആൻ ഉദ്ധരിച്ചു പറഞ്ഞതാ. ഒരാള് ഞാൻ വഴികേടിലായത്, ഞാനിപ്പോ മുർത്തദാകണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണോ അതോ എന്റെ തീരുമാനമാണോ? നിങ്ങൾ മുർത്തദായി എന്നുള്ളത് നിങ്ങൾ മരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും മനസ്സിലായി. ഇപ്പൊ മുർത്തദാണല്ലോ. ഇപ്പൊ ഞാൻ മുർത്തദാണ് എന്നത് അള്ളാന്റെ തീരുമാനമാണോ? അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഭൂരിപക്ഷം ആളുകളും നരകത്തിൽ എത്തിപ്പെടും എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയും പ്രവചിക്കുകയും ചെയ്ത അള്ളാഹു. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുകയാണ് മനസ്സിൽ, ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതാണ്, മനസ്സിലായ? എനിക്ക് ഖുർആൻ ഒന്ന് വ്യക്തമായി പഠിക്കണം. ഇതിനകത്ത് പഠിക്കാനുള്ളത് ഈ ഗോത്രീയതയാണ് ഇതിനകത്തുള്ളത്. അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ട് എന്നിട്ട് പറഞ്ഞോ, മനസ്സിലായി? ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു തീർത്തേ. ഖുർആൻ ഒന്ന് പഠിക്കണം, മനസ്സിലായോ? എനിക്ക് ഇത് മുഴുവനായിട്ടൊന്ന് അറിഞ്ഞ ശേഷം മാത്രം എനിക്ക് വിമർശിക്കാം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തതിന് ശേഷം. അങ്ങനെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ച് വിമർശിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം എത്രയോ ഞാനിപ്പോ ഈ പറഞ്ഞ ആയത്തൊക്കെ നിങ്ങള് അങ്ങനത്തെ ആയത്തില്ല. ഇതൊക്കെ അതായത് ഒരാളെ മനുഷ്യരെ യുഹാരിബൂൻ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ വചനമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലത്? അത് നമ്മൾ എടുത്തില്ല. ശരിയാണ്, അതും കൂടി പറയണം, അപ്പോഴത് പൂർത്തിയാവുള്ളൂ. അതായത് ഒരു മനുഷ്യനെ കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങള്? അതെ, ഒരു ഹദീസിലെ എന്താ പറയണെന്ന് പറയട്ടെ, നിങ്ങൾ ഒരു ചാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു മുഴം വെക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾ ഒരു ചാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു മുഴം വെക്കും. അങ്ങനെയല്ല സുഹൃത്തെ, അത് എന്നുണ്ടേ. എന്റെ അർത്ഥം കൂടി പറയാം, എനിക്ക് അറബിയിൽ. അപ്പൊ നിങ്ങൾ പിന്നെന്താ അള്ളാഹു ഉദ്ദേശിക്കാതെ നമ്മൾ ഉദ്ദേശിക്കൂല. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഒരടി വെക്കണം എന്ന് ഉദ്ദേശിക്കാണ് വിചാരിച്ചോ? അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണോ വേണ്ടേ എന്നുള്ളത് അള്ളാഹ് ഉദ്ദേശിക്കും, അള്ളാഹ് തീരുമാനിക്കും. അങ്ങനെ പറയില്ലേ നിങ്ങള്? ഖുർആനിലുള്ള വചനാണ് സുഹൃത്തെ. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. വമാ തശാഊന നിങ്ങൾ എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞാണ്. അങ്ങനെയല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കും, അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കും നിങ്ങൾ ഭക്ഷണം ഇതാക്കാനായിട്ട്. അത് അള്ളാഹുവിന്റെ ഖദറിനെ നിങ്ങൾ നിഷേധിക്കാണ്. അള്ളാഹുവിന്റെ ഖദറിനെയും കള്ളാഹിനെയും നിങ്ങൾ നിഷേധിക്കാണ്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ ഭാഗത്തുനിന്നാണ് നമ്മള്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു തീരുമാനിക്കുന്നത് ഞാൻ മുർത്തദാകണമെന്നാണ്, പക്ഷെ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ വിശ്വാസിയാവുന്നത്. നടക്കോ? നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുകളിൽ എനിക്ക് കഴിയോ? അള്ളാഹിന്റെ തീരുമാനം വരും, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കാതെ അള്ളാഹു ഉദ്ദേശിക്കൂല എന്നല്ല ഖുർആൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചാൽ അള്ളാഹു അതിലേക്ക് അടുക്കും എന്നല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഖുർആൻ പറയേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഉദ്ദേശിച്ചാൽ അള്ളാഹ് അതിലേക്ക് അടുക്കും എന്നാണ്. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാതെ അള്ളാഹു ഉദ്ദേശിക്കൂല എന്നാ പറയണ്ടേ? എന്തറിയോ, ഈ സംസാരം കൊണ്ട് കാര്യമില്ല. നിങ്ങൾ എവിടെയോ എത്തി, എവിടുന്നോ തുടങ്ങി. ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഖുർആൻ വചനം കൂടി പറഞ്ഞുതരാം, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ മറ്റൊരു മനുഷ്യനെ കൊല്ലുകയോ ചെയ്യാത്തതിന്റെ ആ കാരണം കൊണ്ടല്ലാതെ ഒരാള് മറ്റൊരാളെ കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണെന്നാണ്. എങ്ങനെ നമ്മൾ ശ്രമിക്കാതെ എന്തെങ്കിലും നടക്കും? നമ്മൾ ശ്രമിച്ചാൽ നടക്കുമോ? നടക്കും. നിങ്ങള് ഒരു മിനിറ്റ് നിങ്ങള് അള്ളാഹു വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ് എന്ന് പറഞ്ഞാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണമെങ്കിൽ, എന്റെ ഉള്ളിൽ ആ ചിന്ത വരണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണം. അതെ.
അതെ. അപ്പൊ ഞാൻ കഴിയുമ്പോഴേ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടല്ല സുഹൃത്തെ, ഞാൻ തീരുമാനിക്കണമെങ്കിൽ അള്ള തീരുമാനിക്കണേ. അതിന്റെ ക്ലാരിറ്റി തരട്ടെ. മനസ്സിലായി? നിങ്ങൾ ഇന്ന് പറയുകയാണ്, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുതൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കണേന്ന് ചോദിച്ചു. അള്ളാന്റെ തീരുമാനം വന്നു. അതാണ് അതിന്റെ അർത്ഥം. അള്ളാന്റെ തീരുമാനം അങ്ങനെ ഞാൻ തീരുമാനിക്കണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാവണം. ഭായി, അള്ളാന്റെ തീരുമാനം വന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല. അതാണ് പോയിന്റ്. അപ്പൊ ഞാനിപ്പോ ഇത് തീരുമാനിക്കാത്തത് ആരുടെ തീരുമാനമില്ലായ്മ കൊണ്ടാണ്? അത് അള്ളാന്റെ തീരുമാനം കൊണ്ടാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് വിശദമായിട്ട് ഇതൊന്നും കൂടി കുത്തിരുന്ന് ആലോചിച്ചാൽ മതി. ഈ ഖുർആൻ വചനം മാത്രം നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചോളി. അപ്പൊ പറഞ്ഞു വന്നത്, ഖുർആനിൽ പറയുന്ന സാധനത്തിന് അതിനേക്കാളും മികച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും മികച്ചതാണ് നമ്മൾ മനുഷ്യരിപ്പ് ഉണ്ടാക്കിയെടുത്ത എല്ലാ നിയമവും. ഈ ഓഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളതൊന്ന് മനസ്സിരുത്തി 1-2 തവണ കേൾക്ക്. ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാതെ ദൈവം എല്ലാം വിചാരിക്കുന്ന നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. വിചാരിക്കണം, അപ്പോഴാണ് ദൈവം വിചാരിക്കുക. അല്ല, നമ്മൾ എന്ത് വിചാരിക്കണം നിങ്ങൾ എത്രയോ പരീക്ഷ എഴുതി, നിങ്ങൾ എത്രയോ ദൈവം അല്ല വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുമ്പോ നിങ്ങൾ പറഞ്ഞു വന്ന വാദങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ തന്നെ ഇവിടെ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് രത്നചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് കുറെ പ്രേക്ഷകരുണ്ട്, നിങ്ങളുടെ കുട്ടികൾ, മനസ്സിലായി? അവര് വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുമായിരിക്കും. ഞാൻ കമന്റ് നോക്കാറില്ല. കമന്റ് അല്ല എന്നെ നയിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് 1-2 ആവർത്തി കേൾക്കുക. ഇനി നിങ്ങൾ പറഞ്ഞത് ഒരാളെ കൊന്നതും കൊല്ലാത്തതും, ആ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലാൻ ചില കാര്യങ്ങൾ എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കൊല്ലാമെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് യുഹാരിബൂൻ അല്ലാഹ് എന്നാണ്. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോട് യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണ് എന്നുള്ളത് ഏറ്റവും വലിയ ഫിത്ന, കുഴപ്പം എന്ന് പറയുന്നത് ഷിർക്കാണ്. പിന്നെ അള്ളാഹുവിനോട് അവന്റെ പ്രവാചകനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുകയോ അവന്റെ റസൂലും നിയമമാക്കിയതിനെ നിയമമായി അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നവരെന്താണ് ചെയ്യേണ്ടത് എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അത്തരം ആളുകളെ അവരെ കൊല്ലുകയോ, മീൻസ് അവരെ കൊലപ്പെടുത്തുകയോ, അവരെ ക്രൂശിക്കുകയോ, കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് വെട്ടുകയോ ചെയ്യണം എന്നാണ് ഖുർആൻ പറയുന്നത്. അൾട്ടിമേറ്റ്ലി ഈ കൊലപാതകത്തിൽ നിന്നുള്ള രക്ഷയും മുസ്ലിങ്ങൾക്കുള്ളതാണ്. കേൾക്കുന്നില്ലേ? വിട്ടുവിട്ട് കേൾക്കാനും മാത്രമുള്ള പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, നെറ്റിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹുവിനോട് അവന്റെ അപ്പൊ ഇതും അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യനെ കൊന്നതിന് പകരം, അല്ല ഒരു മനുഷ്യനെ കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊല്ലുകയാണെന്ന് പറഞ്ഞാൽ ആ കൊലപാതകം ആ അർത്ഥത്തിൽ പരിഗണിക്കണമെങ്കിൽ കൊല്ലപ്പെടുന്നവൻ മിക്കവാറും ഒരു മുസ്ലിമോ ദിമ്മിയോ ഒക്കെ ആയിരിക്കേണ്ടി വരും. ഇസ്രായേൽ സന്തതികൾക്ക് പറയുന്നത് ശുദ്ധ തെറ്റാണെന്നുള്ളതിൻ്റെതാണ്. ഇസ്രായേൽ സന്തതികളാണ് പറഞ്ഞിരിക്കുന്നത് ആയത്തിൽ. അപ്പൊ പിന്നെ മുഹമ്മദ് നബിയോട് ഖുർആൻ വചനത്തിൽ യുഹാരിബൂൻ അല്ലാഹ് ഉണ്ട് സുഹൃത്തേ. എങ്ങനെ വാദം പൊളിഞ്ഞു? ഖുർആൻ നിങ്ങളുടെ വാദം അതിൽ തന്നെ പൊളിഞ്ഞു. ഖുർആൻ പഠിച്ചിട്ടാണ് നിങ്ങൾ വിമർശിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ആ വാദം പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളോടാണ്, അത് ഇസ്രായേൽ സന്തതികളോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞ ആയിട്ടുണ്ടല്ലോ, ഒരാളെ ജീവൻ രക്ഷിച്ചാൽ എന്നുള്ളത് എല്ലാവരെയും രക്ഷിച്ച പോലെ ആകുന്നു എന്നുള്ളത്, അത് മുസ്ലിങ്ങളോടാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. മനസ്സിലായി? നിങ്ങൾ എന്നിട്ട് ഖുർആൻ പഠിച്ചാണെന്ന് പറയുകയും ചെയ്യും. അത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സന്തതികളോടാണ്. അവര് മുസ്ലിങ്ങളല്ലേ? മൂസാ നബിയുടെ ജനത മുസ്ലിങ്ങളല്ലേ? അന്ന് ആരായിരുന്നു അവര്? അല്ല മുസ്ലിങ്ങളല്ലേ? നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല അന്ന് ആരായിരുന്നു? അല്ല മൂസാ നബിയുടെ ജനതയോട് പറഞ്ഞതാ. മൂസാ നബിയുടെ ജനതയോട് പറഞ്ഞതാണ്. അതെ, മൂസാ നബിയുടെ ജനത മുസ്ലിങ്ങളല്ലേ? അന്ന് ആരായിരുന്നു അവര്? അന്ന് മൂസാ നബി ഇതാക്കിപ്പെട്ടത്. അന്ന് ഇസ്ലാമില്ലേ? ഞാൻ ചോദിക്കുന്നതേ അല്ല മൂസാ നബി മുസ്ലിമാണോ? നിങ്ങൾ പറഞ്ഞാൽ മതിയേ. എന്ത് മൂസാ നബി മുസ്ലിമാണോ? മുസ്ലിമാണോ? നിങ്ങൾക്ക് ഖുർആൻ പഠിച്ചിട്ട് എന്താ മനസ്സിലാക്കി? നിങ്ങൾ പറയ്.
എനിക്ക് സംശയമില്ല. നിങ്ങൾ മുസ്ലിമാണ്. അപ്പൊ മൂസാ നബിയുടെ ജനത മുസ്ലിങ്ങളല്ലേ? അത് അതിനുശേഷം അതുകൊണ്ട് ജനതയായിരുന്നില്ല അവര്. അതിനുശേഷം പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം ദീൻ കൊണ്ടുവന്ന ശേഷം അവരിൽ വിശ്വസിക്കാൻ ചെയ്തിട്ടുള്ളൂ. അതെ, ആയിക്കോട്ടെ, മൂസാ നബിയുടെ ജനത. അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമോ അല്ലാതെ ഒരാളെ കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ് ഇസ്രായേൽ ജനതയോട് അള്ളാഹ് പറയുന്നത്. അത് ഖുർആനികമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു വചനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. മനസ്സിലായോ? ആ യുഹാരിബൂൻ അല്ലാ എന്ന് പറയുന്നതിനെയും ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുക എന്ന് പറയുന്നതിനെയും മറ്റു ഖുർആൻ വചനങ്ങളിലൂടെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കാണ് ഏറ്റവും വലിയ ഫിത്ന. ഷിർക്കിലാവുകയോ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ഫിത്നയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ, ഒരു മിനിറ്റ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയും ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ വിമർശിക്കുകയോ അള്ളാഹുവിനെ വിമർശിക്കുകയോ ഖുർആനെ നിന്ദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ അതിൽ പറയുന്നത് അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യണം എന്നാണ്. മനസ്സിലായോ? അപ്പൊ അൾട്ടിമേറ്റ്ലി അന്ന് ഇസ്രായേൽ സന്തതികൾക്ക് കൊടുത്ത ആ നിർദ്ദേശം ഇസ്ലാമികമായി പൂർത്തീകരിച്ചു വരുമ്പോ അതിന്റെ പരിരക്ഷ മുസ്ലിങ്ങൾക്കേ കിട്ടുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് അപ്പൊ ആ ആയത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ പറഞ്ഞേക്കട്ടെ. അള്ളാഹു അതായത് ഭൂമിയിലുള്ള ജനങ്ങളെ വിശ്വസിക്കാനും അവർക്ക് സ്വർഗം ലഭിക്കാനും വേണ്ടിയിട്ട് ഒരു ഖുർആൻ അവതരിപ്പിച്ചു. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാന്ന്. അല്ല, ഞാൻ പറയുന്നത് കേൾക്കും. പിന്നെ എന്തിനാ ഖുർആൻ? അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ശുദ്ധമായിട്ട് ആളുകളെ പറ്റിക്കുക. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അള്ളാഹു പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രാണെന്ന്, അല്ലേ? അതെ. അള്ളാഹുവിന്റെ ആരാധനകളിൽ നിന്ന് മനുഷ്യനെ പഴപ്പിക്കുന്നത് ആരാണ്? പിശാചാണ്. ഈ പിശാച് ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പിശാചിലൂടെ പിഴപ്പിക്കപ്പെടുന്ന ജനതയെ കൊണ്ട് നരകത്തിന്റെ വയറ് നിറക്കാം എന്ന് അള്ളാഹു നരകത്തിന് വാക്ക് കൊടുക്കുന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപാണ്. അതെ. അപ്പൊ അള്ളാഹുവിന്റെ ഈ ഉദ്ദേശം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ എന്തായിരുന്നു? സൃഷ്ടിക്കുന്നതിലൂടെ ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഒന്നിൽ അള്ളാഹ് നോണ പറയുന്നു. അല്ല, ഞാനൊന്ന് പറയുന്നത് തീരട്ടെ ഭായി. അതായത് ഖുർആൻ അവതരിച്ചിരിക്കുന്ന എന്തിനാണ്? അതനുസരിച്ച് ജീവിക്കാനും. അല്ല, അത് നമുക്ക് പറയാം. ഞാൻ ചോദിക്കണം, അള്ളാഹുവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പറയാൻ അവസരം നിങ്ങൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാന്ന് പറയും, എന്നിട്ടല്ലേ ഖുർആനിക്ക് വരണ്ടുള്ളൂ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു ഒരു ഫെയിലിയർ അല്ലേ ആക്ച്വലി? ഒന്നീ അള്ളാഹു ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ അള്ളാഹു ഒരു ചതിയനാണ്. ഇതാണ് ഇതിന്ന് നമുക്ക് കിട്ടുക. നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ മതി. നിങ്ങളൊന്ന് മനസ്സിരുത്തിയിട്ട് നിങ്ങള് ചെറിയ പ്രായത്തിൽ പഠിച്ച നരകപ്പേടിയും കബർ പേടിയൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുകയും നമുക്ക് ഭക്ഷണവും വസ്ത്രവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ദൈവത്തിന് നമ്മൾ ആരാധിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ ദൈവം അങ്ങനെ ഒരു ദൈവം നമ്മളെ പേപ്പിച്ച് നരകത്തിലിടാൻ വേണ്ടി ഇബ്ലീസുമായിട്ട് ചട്ടം കെട്ടുമെന്നാണ് എന്റെ ചോദ്യം. ഇബ്ലീസിന്റെ സ്റ്റോറി എന്താണ് അതൊന്ന് പറഞ്ഞേ. അല്ല, അള്ളയല്ലേ സൃഷ്ടിക്കുക, അതിന്റെ കാരണക്കാരൻ അള്ളയല്ലേ? ഞാൻ ചോദിക്കുന്നതേ എന്തുകൊണ്ടാണ് ഇബ്ലീസ് അള്ളാഹുവിന്റെ സൃഷ്ടിയും പെർമിഷനും കൊണ്ടാണോ? ഇബ്ലീസിനെ സൃഷ്ടിച്ചപ്പോഴേ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ എന്റെ വേറെ വീഡിയോയില് ഇത് മാത്രം സംസാരിച്ചിട്ടുണ്ട്. അതായത് നന്മ തിന്മകളിൽ ഇസ്ലാമിലല്ല. അല്ല, ഇബ്ലീസിന്റെ കഥ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടോളി. നിങ്ങളതിൽ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ വിളിച്ചോളി. ഞാൻ എന്റെ ലിങ്ക് ഇങ്ങനെ കഴിച്ചുതരാം. അപ്പൊ ഞാൻ പറഞ്ഞതേ നമ്മുടെ ദൈവത്തിന് നമ്മൾക്ക് നല്ല രീതിയിൽ വരണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന് മനുഷ്യരായിട്ട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. ദൈവത്തിന് മനുഷ്യരോട് കമ്മിറ്റ്മെന്റ് ഇല്ല. ദൈവത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് ഇസ്ലാമിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന നരകത്തോട് മാത്രം. നിങ്ങൾക്ക് തന്നെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഭേദപ്പെടുത്തുന്നത് ആരാണ്?
നിങ്ങൾക്ക് തന്നെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും എന്നൊക്കെ ചോദിക്കണേ. അവിടെ നിൽക്കേ, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അസുഖം വന്നു, നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും, മനസ്സിലായോ? മഴയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ഫ്രൂട്ട്സ് പോലും മുളക്കില്ല, മനസ്സിലായോ? എന്റെ വീട്ടിലെ പല്ലി അടക്കം എന്റെ വീട്ടിലെ പല്ലി പറയാറുണ്ട് ഇടയ്ക്ക്. അല്ല, എന്റെ വീട്ടിലെ പല്ലി പറയാറുണ്ട്, ആ പല്ലി ഞാനാണ് ഈ ഉത്തരം താങ്ങുന്നതെന്ന്. അത്ര അതാ പറഞ്ഞ അതിന്റെ കഥയാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു നിങ്ങൾ ഒന്നുകൂടി മനസ്സിരുത്തി പഠിച്ചാല് ഒന്നുകിൽ ഒരു ചതിയുടെ കഥ മനസ്സിലാവും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം പാളി, അള്ളാഹു ഫെയിലിയർ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്തായാലും നിങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കും. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചിട്ട് നിങ്ങൾ നല്ലോണം പഠിക്കും. നിങ്ങൾ അത് ചെറിയ പ്രായത്തില് മദ്രസയിൽ നിന്ന് കുത്തിക്കയറ്റിയത് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് പഠിക്കും. അതല്ല ഞാൻ പറഞ്ഞ, ആ ഭയത്തിൽ നിന്ന് മുക്തി നേടിയിട്ട് സ്വതന്ത്രമായ മനസ്സോടൊക്കെ ഒന്ന് വായിക്കുന്ന പറയാം. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ഇല്ല, അങ്ങനെയല്ലാന്ന് ഇപ്പൊ നമ്മളെ സംസാരത്തിലും. എന്തായാലും ശരി, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്കും. ആയിക്കോട്ടെ, ഓക്കെ.